ഗൈസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആക്രി കടയിൽ നിന്ന് സെറ്റാക്കി എടുത്ത പി സിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അകത്ത് ഞാൻ ഈ ഒരു പി സിക്കകത്ത് ആൻഡ്രോയിഡ് റൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരും കമന്റിലും നമ്മുടെ പേഴ്സണലായിട്ടും വന്ന് ചോദിച്ചത് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മുടെ പഴയ പി സിയിൽ എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ പഴയ സ്ലോ ആയിട്ടുള്ള പി സിയും ലാപ്ടോപ്പും ഒക്കെ വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഗൈസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു 8 GB പെൻഡ്രൈവ് വേണം, മിനിമം 8 GB എങ്കിലും വേണം. അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ ലാപ്ടോപ്പിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഇപ്പൊ SSD ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ലാപ്പിൽ കുത്തിയാണ് നമ്മുടെ പെൻഡ്രൈവിലേക്ക് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഗൈസ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നൈസ് ആയിട്ട് ആദ്യമേ അത് ഫോർമാറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള ഡേറ്റാസ് ഒക്കെ നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ അത് സേവ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സംഭവം ഫോർമാറ്റ് ചെയ്തതിന് ശേഷം റൂഫസ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് നമ്മൾ പെൻഡ്രൈവിലേക്ക് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും വിൻഡോസ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ശേഷം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക, 8 GB പെൻഡ്രൈവ്. ശേഷം ഇവിടെ സെലക്റ്റിൽ വന്നിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ സെലക്ട് ചെയ്യുക, അതായത് ആൻഡ്രോയിഡ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആൻഡ്രോയിഡ് ഫയൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ആൻഡ്രോയിഡ് എന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പേഴ്സണലി ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കിട്ടുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഈ ഒരു പ്രോസസ്സ് ഒരു 10-15 മിനിറ്റോളം എടുക്കും ഒരു പെൻഡ്രൈവിലേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ആകാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ പെൻഡ്രൈവിന്റെ അകത്തേക്ക് ഒരു ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം അങ്ങോട്ട് ഊരി നേരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു പെൻഡ്രൈവ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി സിസ്റ്റം ആക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ സിസ്റ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നേരെ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ബയോസിലേക്ക് പോവുക. അതിനായിട്ട് നിങ്ങൾ എസ്കേപ്പ് ബട്ടണോ അല്ലെങ്കിൽ F1 F2 F3 അത് നിങ്ങളുടെ കമ്പനിയെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മോഡൽ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങളുടെ മോഡലിന്റെ ബയോസ് എങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് കാണാൻ പറ്റും. ശേഷം നിങ്ങൾ ബയോ സെറ്റിംഗ്സിന്റെ അകത്ത് നേരെ നിങ്ങൾ ബൂട്ട് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ താഴത്തായിട്ട് ബൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ പെൻഡ്രൈവ് ആണ് ഇവിടെ ബൂട്ട് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോ ഞാൻ സാൻഡിസ്കിന്റെ അതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. സോ ഇത്ര ഉള്ളത്. എന്നിട്ട് ശേഷം സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കുക, യെസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൻഡ്രോയിഡ് ടിവിയുടെ ഒരു ബൂട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു എൻറ്റർ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഡിവൈസിൽ ആൻഡ്രോയിഡ് റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നിങ്ങളുടെ പഴയ സ്ലോ ആയി കിടക്കുന്ന ഏത് സിസ്റ്റവും സ്പീഡാക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആൻഡ്രോയിഡ് ടി വി യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ സിസ്റ്റം യൂസ് ചെയ്യാനും പറ്റും. ഇപ്പം നിലവിൽ ഈ ഒരു ഫയലിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനും ഇല്ല. നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഗൂഗിൾ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചാനൽ ടെക്ട്രോണിക്സ്. ഓക്കെ, അപ്പം നമ്മുടെ സിസ്റ്റം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടും സ്പീഡായിട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഈ ഒരു പഴയ ഡിവൈസിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസും വളരെ സ്പീഡാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.